നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നാണ് പൂരപ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തൃശൂർ പൂരം. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പൂരപ്രേമികൾക്ക് ആകെ ആശങ്കയായ ഒരു കാര്യമുണ്ട് ഇതിനിടയിൽ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഈ പൂരപ്പറമ്പിൽ എത്തുമോ എന്നൊരാശങ്ക, അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയതാണ്. ഇപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശം പകർന്ന് ആശ്വാസമായി ആശങ്കകളൊക്കെ അകറ്റി ആ തീരുമാനം വന്നിരിക്കുകയാണ്. ആനപ്രേമികളുടെ ആവേശമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിനെത്തും. അതിൽ പങ്കെടുക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. സെൻട്രൽ സർക്കിൾ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ അനുമതിക്കായി ശുപാർശ ചെയ്തു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി. ആന ഉടമകളുടെ സമ്മർദ്ദമാണ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് വഴിയൊരുക്കിയത്. വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പരിശോധിച്ചു. എന്നിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. തെച്ചിക്കോട്ട് രാമചന്ദ്രന് കാഴ്ച പരിമിതിയുള്ളത് ഫിറ്റ്നസ് കിട്ടാൻ തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പൂരപ്രേമികൾ കാത്തിരുന്ന സാമ്പിൾ വെടിക്കെട്ട് ചമയ പ്രദർശനം വൈവിധ്യവും പ്രൗഢിയും വിളിച്ചോതുന്നതായിരുന്നു. സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും കാണാൻ പൂരനഗരിയിലേക്ക് പതിനായിരങ്ങളായിരുന്നു എത്തിയത്. ഇന്നലെ നെയ്തലക്കാവ് ഭഗവതി പൂര വിളംബരം നടത്തി തട്ടകത്തേക്ക് മടങ്ങിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. രാവിലെ ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറി വടക്കുനാഥ സന്നിധാനത്തിലേക്ക് പുറപ്പെട്ടത്. പാറമേക്കാവ് വഴി തേക്കിൻകാട്ടിലേക്ക് കയറിയ നെയ്തലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി. അവിടെ നിന്നും പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ശ്രീമൂല സ്ഥാനത്തെത്തി. പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുനാഥനെ വലം വെച്ച് 12 മണിയോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി. രാവിലെ കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ് ആദ്യം എത്തുക. പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവായി. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് രാവിലെ 10:00 തുടക്കമായി. കോങ്ങാട് മധുപഞ്ചവാദ്യം നയിക്കും. ഉച്ചയ്ക്ക് 12:00 പാറമേക്കാവിന്റെ പൂരം പുറപ്പാട്. ഉച്ചയ്ക്ക് 2:00 ഇലഞ്ഞിത്തറമേളം. കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകും. ചേരാനെല്ലൂർ ശങ്കരകുട്ടന്മാരാർ തിരുവമ്പാടിയുടെ മേളപ്രമാണത്തിന് നെടുനായകത്വം വഹിക്കും. ചരിത്രപ്രസിദ്ധമായ കുടമാറ്റം വൈകിട്ട് 5:00 നടക്കുന്നത്. രാത്രി പൂരങ്ങൾ ആവർത്തിക്കും. ശനിയാഴ്ച പുലർച്ചെ 3:00 വെടിക്കെട്ട്. തുടർന്ന് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പകൽപൂരം. അന്ന് ഉച്ചയ്ക്ക് 12:00 വടക്കുന്നാഥന് മുന്നിൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. 30 മണിക്കൂറിലേറെ നീളുന്ന പൂരം ഇതോടെ സമാപിക്കും. 2 മണിയോടെ തേക്കിങ്ങാട് മൈതാനിയും പാറമേക്കാവും ആനകളെ കൊണ്ട് നിറയും. ആ കാഴ്ചയൊക്കെ കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. ഇനിയുള്ള 36 മണിക്കൂർ നാദമേള വർണ്ണ വിസ്മയങ്ങളുടെ വിസ്മയമായിരിക്കും. 10,000-കണക്കിന് പൂരപ്രേമികളാണ് പൂരം കാണാനായി മാത്രം നാട്ടിലെത്തിയിട്ടുള്ളത്. കൽപ്പൂരത്തിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ 36 മണിക്കൂറോളം നീളുന്ന തൃശൂർ പൂരത്തിന് പരിസമാപ്തിയാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.